പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലും നടപ്പിലാക്കേണ്ടി വരുമെന്ന് നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി. നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും വരേണ്ടത് തന്നെയാണ്. അത് വന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനതയുടെയും അത്യാവശ്യമാണ്. ആത്യന്തികമായി നടപ്പിലാക്കാൻ പോകുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഇതിന് CAA അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റും, അത്രയുള്ളൂ, വഹിക്കാൻ പറ്റും. അതിനാണ് ഈ മുഖ്യമന്ത്രി. ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ്. കേരളം രാജ്യത്തിന്റെ ഭാഗമാണ്. ആവശ്യത്തോടെ സ്വീകരിക്കപ്പെടും. നിങ്ങൾ നോക്കിക്കോളൂ. തെരഞ്ഞെടുപ്പിന് ഉറപ്പായും ഗുണം ചെയ്യും, സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിനല്ല, രാജ്യത്തിന് ഗുണം ചെയ്യാനാണ് CAA. തെരഞ്ഞെടുപ്പിന് ഗുണമാകാനല്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അതേസമയം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കിലാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പലവട്ടം സർക്കാർ ആവർത്തിച്ചിട്ടുള്ളതാണെന്നും അതാണ് ഇപ്പോഴും പറയുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് BJP പുറത്തെടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ കോൺഗ്രസും UDF-ഉം അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമം ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും നിയമത്തിനെതിരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരുന്നതോടെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. മനുഷ്യനെ വേർതിരിക്കുന്ന ഈ നിയമം നടപ്പിലാക്കാൻ ശരീരത്തിൽ രക്തമുള്ള കാലത്തോളം അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള RSS BJP യാത്രയുടെ അടുത്ത കാൽവെപ്പാണ് പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP പറഞ്ഞു. മതേതരത്വം മരിച്ചാൽ ഇന്ത്യ മരിക്കുമെന്ന തിരിച്ചറിവില്ലാത്തവർക്ക് മാത്രമേ ഇങ്ങനെയൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. അതിനെ ചെറുക്കാൻ രാജ്യത്തോട് സ്നേഹമുള്ള എല്ലാവരോടും ഒന്നിച്ചു നീങ്ങേണ്ട സമയമാണിതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇപ്പോൾ പൗരത്വ നിയമം നടപ്പിലാക്കാൻ പോകില്ലെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത്. അങ്ങനെ പറഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് നിയമം കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണ്. അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യും. ജാതിമത അടിസ്ഥാനത്തിൽ പൗരത്വം എന്നത് ലോകം അംഗീകരിക്കാത്തതാണെന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം ഇന്ന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ബിൽ പാസാക്കി 4 വർഷത്തിന് ശേഷം പൗരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമായി. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു. 2019 വൻ പ്രതിഷേധങ്ങൾക്കിടയിലാണ് പാർലമെന്റ് നിയമം പാസാക്കിയത്. അന്നുണ്ടായ അക്രമങ്ങളിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. BJP ഇതര സംസ്ഥാനങ്ങളും പ്രതിപക്ഷ കക്ഷികളും വലിയ എതിർപ്പാണ് നിയമം നടപ്പിലാക്കുന്നതിനെതിരെ ഉയർത്തിയത്.